നമസ്കാരം. ഈ യുദ്ധത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിംസ് മനസ്സിലാക്കണം, ഇറാന്റെ പ്രോക്സികളായ ഹൂത്തികൾ, അതായത് ഷിയ ടെററിസ്റ്റുകൾ പലതവണ മെക്ക അല്ലെങ്കിൽ കാബയിലേക്ക് ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിട്ടുണ്ട്. 2016 ഒക്ടോബറിൽ യമനിൽ നിന്നും മക്കയെ ലക്ഷ്യമാക്കി ഹൂത്തികളാണ് ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടത്. മക്കയിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ അകലെ വെച്ച് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം ഇതിനെ തകർത്തു കളഞ്ഞു. രണ്ടാമതും ഇതുപോലെ ശ്രമം നടത്തിയിട്ടുണ്ട്. 2017 ജൂലൈയിൽ സമാനമായ ശ്രമം നടന്നു. യമനിലെ സാഡ പ്രവിശ്യയിൽ നിന്നും മക്കയെ ലക്ഷ്യമാക്കി വന്ന മിസൈലിനെ അമേരിക്ക ആൻഡ് സൗദി സൈന്യം തകർത്തിട്ടുണ്ട്. ഇത് മതാത്മകമായ ലക്ഷ്യത്തെക്കാൾ ഉപരിയായിട്ട് രാഷ്ട്രീയവും സൈന്യവുമായ സമ്മർദ്ദ തന്ത്രമായിട്ടാണ് പലരും കണക്കാക്കുന്നത്. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യം യമനിൽ നടത്തുന്ന സൈനിക ഇടപെടലാണ് ഹൂത്തികൾ ഈ നഗരങ്ങളെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് നിങ്ങളുടെ വിശുദ്ധ സ്ഥലമായ മെക്കയെ ലക്ഷ്യമാക്കി ഹൂത്തികൾ നടത്തുന്ന അല്ലെങ്കിൽ ഷിയ മുസ്ലിങ്ങൾ നടത്തുന്ന ആക്രമണത്തെ പ്രതിരോധിക്കുന്നത് അമേരിക്കയുടെ ബാലിസ്റ്റിക് സംവിധാനങ്ങളാണ്. പിന്നെ പലരും അമേരിക്കയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അവരാണ് എല്ലാവർക്കും ആയുധം കൊടുക്കുന്നത്. ശരിയാണ്, അവർ ഒരു ബിസിനസ് രാജ്യം തന്നെയാണ്, എല്ലാവർക്കും ആയുധം കൊടുക്കുന്നത് അവരാണ്. പക്ഷെ അവർ വെറുതെ അങ്ങ് ആയുധം കൊടുക്കുമല്ലോ, ഇതിന് ആവശ്യക്കാരുണ്ടായിട്ടില്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ നമ്പൂരിമാർക്കും നായന്മാർക്കും കുറച്ച് മിസൈൽ കൊടുത്തു കഴിഞ്ഞാൽ, അമേരിക്ക കൊടുത്തു കഴിഞ്ഞാൽ നമ്പൂരി വന്ന് നായരുടെ വീട്ടിൽ ബോംബിടുവോ? അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചിരുന്നേ അമേരിക്ക നമ്പൂരിക്കും നായർക്കും ആയുധം കൊടുത്ത് വിറ്റേനെ. സുന്നി ഷിയ വൈര്യങ്ങൾ പണ്ട് മുതലേ ഉള്ളത് കൊണ്ടും ഈ സ്ഥലങ്ങളിലെല്ലാം സംഘർഷ സാധ്യതകൾ പണ്ട് മുതലേ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതുകൊണ്ടാണ് അമേരിക്ക ആയുധങ്ങൾ വിൽക്കുന്നത്. അമേരിക്ക വലിയ ചക്ര രാജ്യമൊന്നുമല്ല, അവർ മിസൈൽ വിറ്റ് ആയുധം വിറ്റ് ജീവിക്കുന്ന രാജ്യം തന്നെയാണ്, അവരുടെ ബിസിനസ് തന്നെയാണ്. പക്ഷേ എല്ലാ കുറ്റങ്ങളും അമേരിക്കയുടെ തലയെ ചുമത്തി അമേരിക്കയാണ് ഇവർക്കെല്ലാം ആയുധം കൊടുക്കുന്നത്, ഇവരെ തമ്മിലടിപ്പിക്കുന്നത് എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്.